എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 31 ശ്ലോകം 11, 12, 13, 14, 15 5 ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. അതിദുഃഖിതകളായ ഗോപസ്ത്രീകളുടെ ഗോപികാഗീതം തുടരുന്നു. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. ചലസിയത് വ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാഥ തേ പദം ശിലതൃണാങ്കുരൈ സീദതീതി നഃ കലിലതാം മനഃ കാന്ത ഗച്ഛതി. അങ്ങയെ കാണാതെ ഞങ്ങൾക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല എന്ന് തന്നെയല്ല, ഞങ്ങളെ അങ്ങയിൽ ഏറ്റവും പ്രേമമുള്ളവരാണ്. എന്നിട്ടും ഞങ്ങളെ ഇങ്ങനെ കപടം കളിപ്പിക്കുന്നത് ശരിയാണോ ഭഗവാന്? എന്താ അതിന്റെ കാരണം? 2 ശ്ലോകങ്ങളെ കൊണ്ട് അവര് ആശ്ചര്യപ്പെടുകയാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തതില്. ഹേ സ്വാമി, ഹേ കാന്ത, അങ്ങ് പശുക്കളെയും ആട്ടിക്കൊണ്ട് ഗോകുലത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകുമ്പോ താമരപ്പൂ പോലെ മൃദുലമായും സുന്ദരമായും ഇരിക്കുന്ന അങ്ങയുടെ പാദാരവിന്ദം കല്ലുകളിലും പുൽക്കൊടികളിലും തട്ടി വേദനിക്കുമല്ലോ എന്ന വിചാരത്താൽ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ തളരും. എന്നും ഈശ്വരം, നിങ്ങളുടെ കണ്ണന്റെ ആ കാലിലൊരു മുള്ളുകൊള്ളു, കല്ലുകൊള്ളു, ഇത്ര വേദനിക്കുന്നു ആ കണ്ണന്റെ മൃദുലമായ ആ പാദത്തില് എന്ന് ഞങ്ങൾ എന്നും അങ്ങ് കാട്ടിലേക്ക് പോകുമ്പോ വിചാരിക്കാറുണ്ട്. പറയണവര് ദിനപരീക്ഷയേ നീലകുന്തളൈർ വനരുഹാനനം വിപ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മനസ്സി സ്മരം ധീര യച്ഛസി. അങ്ങാവട്ടെ ആ വൈകുന്നേരം മടങ്ങുന്ന സമയത്ത് മുഖത്ത് മുഴുവൻ ആ മുടി ഇങ്ങനെ അഴിഞ്ഞു വീണ് കിടക്കുന്നത് കൊണ്ട്, അതിനീല വർണ്ണമുള്ള മനോഹരമായ അങ്ങയുടെ ആ മുടികള് മുഖത്തിങ്ങനെ അഴിഞ്ഞു വീണ് കിടക്കുന്നത് കൊണ്ട് അമ്മയുടെ മുഖം മറ്റുള്ളവർക്ക് സ്പഷ്ടമായി കാണാൻ കഴിയില്ല. പിന്നെയോ ആ പശുക്കുളമ്പുകളിൽ നിന്ന് പൊങ്ങിയ ധൂളികൾ പറ്റിയിരിക്കുന്നതായ ആ മുഖകമലം അതിങ്ങനെ ഞങ്ങൾ കാണുമ്പോ, ഹേ വീര, ഞങ്ങളുടെ മനസ്സില് മന്മഥ വികാരത്തെ ജനിപ്പിക്കുക മാത്രം ചെയ്യുന്നതല്ലാതെ അങ്ങയുടെ സംഘത്തെ ഞങ്ങൾക്ക് നൽകണില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് കപട സ്വഭാവിയ കള്ളന എന്നാണ് പറയുന്നത്. പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധേയമാപതി ചരണപങ്കജം ശന്തമം ച തേ രമണ നഃ സ്തനേഷ്വർപ്പയാധികൻ. അതുകൊണ്ട് ഇപ്പോ ആ കാപട്യൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ചെയ്യണം എന്നത് അവർ 2 ശ്ലോകം കൊണ്ട് അവർ പ്രാർത്ഥിക്കുക ഭഗവാനോട്. മനസ്സിലുള്ള സർവ്വതാപവും തീർത്ത് രമിപ്പിക്കുന്ന ഹേ കാന്ത, ബ്രഹ്മാവിനാൽ കൂടി പൂജിക്കപ്പെടുന്നതും ധ്യാനമാത്രത്താൽ സർവ്വ ആപത്തുകളും സംശിപ്പിക്കുന്നതും സേവാസമയത്തിൽ കൂടി പരമസുഖം നൽകുന്നതുമായ അങ്ങയുടെ ചരണപങ്കജം ഞങ്ങളുടെ കുജതടങ്ങളിൽ അർപ്പിച്ച് മന്മഥതാപം നശിപ്പിച്ച് ഞങ്ങളെ സുഖിപ്പിക്കണേ പ്രാർത്ഥിക്കണവര്. സുരഥവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ഠു ചുംബിതം ഇതരരാഗവിസ്മാരണം നൃണാം വിതരവീരന തേ
അധരാമൃതം. അത് മാത്രമല്ല, ഹേ വീര, സുരതസുഖത്തെ വർദ്ധിപ്പിക്കുന്നതും സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതും മനുഷ്യർക്ക് സാർവഭൗമാദി സുഖങ്ങളിൽ കൂടി ആഗ്രഹമില്ലാതാക്കി തീർക്കുന്നതുമായ അങ്ങയുടെ അധരാമൃതം ഞങ്ങൾക്ക് നൽകണമേ. ഇത്ര മനോഹരമായ ആ അധരാമൃതം നിങ്ങൾക്ക് എങ്ങനെയാ ലഭിക്കുക എന്ന് വിചാരിക്കരുത്. അങ്ങയുടെ കരുണയുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സിദ്ധിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയാൽ ശബ്ദിക്കപ്പെടുന്ന ആ വേണുവിനു കൂടി ആ അധരാമൃതപാനം സുലഭമായിട്ട് കിട്ടണം. ആ സ്ഥിതിക്ക് ദാസികളായ ഞങ്ങൾക്കത് നൽകാതിരിക്കണത് കാരുണ്യമില്ലാത്തതിന്റെ ലക്ഷണല്ലേ? അത് നൃണാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അത് പുരുഷന്മാര് കൂടി കാക്ഷിക്കുന്ന ആ അധരാമൃതം സ്ത്രീകളായ ഞങ്ങൾ കാക്ഷിക്കുന്നതിൽ എന്താ കുറ്റുള്ളത് എന്ന് ചോദിക്കുകയാണ് അവര്. കാമശാന്തി വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള പരമാമൃതപാനം അതൊന്നു മാത്രമാണ്. ഇത് ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. അടതിയൽ ഭവാനന്യകാനനം തൃഴിയുഗായതേ ത്വാമവശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ചതേ ജഡൗദീക്ഷതാം പക്ഷ്മകൃദൃശാം. എന്ന് മാത്രല്ല, ക്ഷണനേരമെങ്കിലും അങ്ങയെ കാണാതിരുന്നാൽ ദുഃഖവും കാണുമ്പോ സുഖവും അനുഭവപ്പെടുന്നതുകൊണ്ട് യോഗികളെന്ന പോലെ ഞങ്ങള് സർവസംഘപരിത്യാഗം ചെയ്ത് അങ്ങയുടെ സമീപത്തിൽ വന്നിരിക്കണം. അങ്ങാവട്ടെ ഞങ്ങളെ ഉപേക്ഷിക്കാൻ ഉത്സാഹിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അങ്ങ് പകൽ സമയത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിക്കുമ്പോ അങ്ങയെ കാണാത്ത ഞങ്ങൾക്ക് ക്ഷണാർത്ഥ സമയം ഒരു യുഗം പോലെ എത്ര ദീർഘിച്ചതായിട്ടാണ് തോന്നുന്നത്. മടങ്ങി വരുമ്പോ ആ ചുരുണ്ട തലമുടികളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മുഖശോഭ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കണ്ണുകൾക്ക് ആ നിമേഷത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവ് ബുദ്ധിഹീനനാകുന്നു എന്നുകൂടി തോന്നുന്നു. കണ്ണടയ്ക്കാൻ ഞങ്ങൾക്ക് തോന്നില്ല. ആ ബ്രഹ്മാവല്ലേ കണ്ണടയ്ക്കാനുള്ള ആ നിമേഷം സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ ആദർശനം അങ്ങയെ കാണാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മഹാദുഃഖം ഉണ്ടാവുന്നു. ദർശനവും മഹാസുഖത്തിനും കാരണമായിരിക്കണം. ഇങ്ങനെ വിശുദ്ധ പ്രേമവതികളായ ഞങ്ങൾക്ക് ദർശനം തന്ന് അനുഗ്രഹിക്കണേ എന്ന് അവര് പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.